ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ബിസിനസ് റെഗുലേഷൻസ് എന്നുള്ള പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് റെഗുലേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്. സോ അതിനു മുമ്പ് നമുക്ക് ലോ എന്താണെന്ന് ജസ്റ്റ് പറയാം. അക്കോർഡ് ടു സാൽമൺ, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഒരു സ്റ്റേറ്റ് അവിടെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കുറേ നിയമങ്ങൾ അല്ലെങ്കിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ആൻഡ് റെഗുലേറ്റ് ഹ്യൂമൻ കോണ്ടക്ട് ആൻഡ് ആക്ഷൻ ആൻഡ് ഈസ് എൻഫോഴ്സ്ഡ് ബൈ ദി സ്റ്റേറ്റ്. ഹ്യൂമൻ ആക്ടിവിറ്റീസും കോണ്ടക്ട്സുകളും ഗവേൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ലോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ലോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരുപാട് ആക്റ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് ആക്ട്, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അങ്ങനെ ഒരുപാട് ആക്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ബിസിനസ് ലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ലോനെ നമ്മൾ മെർക്കൻറ്റൈൽ ലോ, കൊമേഴ്ഷ്യൽ ലോ എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ സിംപ്ലി ബിസിനസ് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ബിസിനസ് ലോ. Then according to S. Dawa, business law means that the branch of law which is applicable to or concerned with trade and commerce in connection with various mercantile or business transaction. വാരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബ്രാഞ്ച് ഓഫ് ലോ ആണ് എന്ത് ബിസിനസ് ലോ എന്നൊക്കെ പറയുന്നത്. ബിസിനസ് ലോയിൽ വരുന്ന ഒരുപാട് ആക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, the Indian Partnership Act 1932, the Insurance Act 1972, the Arbitration and Conciliation Act 1996, the Law of Insolvency, law relating to carriage of goods, etc. സോ ഇങ്ങനെ ഒരുപാട് ആക്റ്റുകളാണ് ബിസിനസ് ലോ കവർ ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്ട് 1872. സോ ആ ഇന്ത്യൻ കോൺട്രാക്ട് 1872 കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് 2 മൊഡ്യൂളിലായിട്ട് ബിസിനസ് റെഗുലേഷൻസ് എന്നുള്ള ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. So, the Indian Contract Act 1872, the law relating to contracts is contained in the Indian Contract Act 1872. അതായത് ഇന്ത്യ രാജ്യത്ത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ലോയും വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872ലാണ്. ഈ ആക്ട് നിലവിൽ വന്നുള്ളത് 1st day of September 1872 and it is applicable to the whole of India. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അപ്ലിക്കബിൾ ആയുള്ള തരത്തിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് സെപ്റ്റംബർ 1st. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ കോൺട്രാക്ട്സ് റിലേറ്റഡ് ടു പാർട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ആർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതായത് നമുക്കറിയാം, ഒരു പാർട്ണർഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ ബേസിക്കലി അവിടെയും കോൺട്രാക്ട്സും അഗ്രിമെൻറ്റ്സും ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ആക്ട് അതിനായിട്ട് സെപ്പറേറ്റ് ആക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പരിധിയിലല്ല അത്തരം ആക്റ്റുകൾ വരുന്നത്. അല്ലെങ്കിൽ ഈ ചെക്കും അങ്ങനെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ട്സുകളൊന്നും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലല്ല വരുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആക്ട് തന്നെ ഉണ്ട് എന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ മെയിനായിട്ട് പറയുന്നത് ദ ജനറൽ പ്രിൻസിപ്പിൾസ് അപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്ട്സ്. 1872 നിലവിൽ വന്നുള്ള ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് അപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്ട്സ്. എല്ലാ കോൺട്രാക്ട്സിനും ഉണ്ടായിരിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ദെൻ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകുന്നതിന് വേണ്ടിയുള്ള എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ദെൻ ക്വാസി കോൺട്രാക്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് പറഞ്ഞാൽ ക്വാസി കോൺട്രാക്ട്സുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, ദെൻ സം സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഉണ്ട്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ് ആൻഡ് ഏജൻസി. അത്തരത്തിലുള്ള കോൺട്രാക്ട്സും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ദെൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ത്യയിൽ കോൺട്രാക്ട്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. 1872 ആക്ട് പ്രകാരമാണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും നടപ്പിലാക്കുന്നത്. ദെൻ അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്റ്റ്, ദ വേർഡ് കോൺട്രാക്ട് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോൺട്രാക്റ്റം വിച്ച് മീൻസ് ഡ്രോൺ ടുഗദർ. അതായത് കോൺട്രാക്റ്റം എന്ന ലാറ്റിൻ വേർഡിലാണ് കോൺട്രാക്റ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്.
കോൺട്രാക്റ്റും എന്ന് പറഞ്ഞാൽ ജോയിൻ ടുഗദർ, അതായത് നമ്മൾ അതിൽ കൂടുതൽ പാർട്ടികൾ ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഒരു സംഭവം, അത്രേ എന്തോ ഉദ്ദേശിക്കുന്നുള്ളൂ കോൺട്രാക്റ്റ് എന്ന് പറയുന്നുള്ളൂ. ദെൻ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. സെക്ഷൻ 2H ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്റ്റ് ആസ് ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇത് സിമ്പിൾ ഡെഫിനിഷനാണ്. ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻ്റ് തന്നെയാണ്. അത് എങ്ങനെയുള്ള അഗ്രിമെൻ്റ് ആവണം? ഇറ്റ് ഷുഡ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് നിയമസാധുതയുള്ള ഏതൊരു അഗ്രിമെൻറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. സോ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അഗ്രിമെൻ്റ് ആണ്. പക്ഷേ എങ്ങനെയുള്ള അഗ്രിമെൻ്റ് ആവണം? നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള അഗ്രിമെൻ്റ് ആവണം. സോ ഒരു ഇക്വേഷൻ ഫോമിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കോൺട്രാക്റ്റ് ഈക്വൽസ് അഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി. ദെൻ എന്താണ് അഗ്രിമെൻറ്റ്? Section 2E defines an agreement as every promise and every set of promises forming the consideration for each other. Or an agreement is formed when one party makes the proposal and the other party accepts it. നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് എൻ്റെ അടുത്തൊരു 2 വീലർ, ഒരു ബൈക്ക് ഉണ്ട് വിചാരിക്കാം. ആ ബൈക്ക് എനിക്ക് നിലവിൽ ആവശ്യമില്ല, അപ്പോൾ ഞാൻ വിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആർക്കാണ് ബൈക്ക് വേണ്ടത് എന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഒരു ആഡ് കൊടുക്കും, പത്രത്തിലോ ടി വിയിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ആപ്പുകളിൽ, ഇപ്പോൾ OLX പോലുള്ള ആപ്പിലൊക്കെ നമുക്ക് എന്ത് വെക്കാം? ആഡ്സ് വെക്കാം. സോ നമ്മളങ്ങനെ ഒരു ആഡ് വെക്കും. അപ്പോൾ ഞാൻ അതുപോലെ സപ്പോസ് OLXൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഒരു ആഡ് കൊടുത്തു വിചാരിക്കാം. പിന്നെ മോഡൽ ഇപ്പോൾ സപ്പോസ് ഹോണ്ടയുടെ ആക്റ്റീവയാണ്, ഒരു 40,000 രൂപയ്ക്ക് ഇന്ന മോഡൽ, ഇന്ന വർഷത്തെ മോഡലാണ്, ഒരു 40,000 രൂപയ്ക്ക് ഞാൻ വെക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, കാണാൻ ഭംഗിയുള്ള ഫോട്ടോ ഒക്കെ വെച്ച് എൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് OLXൽ ഒരു ആഡ് കൊടുത്തു. സോ അവിടെ ഞാൻ എന്താണ് ചെയ്തത്? ഒരു ഓഫർ വെക്കുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനൊരു ബൈക്ക് ഉണ്ട്, ഇത്ര റേറ്റിന് ഞാനത് വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വെച്ചു. ദെൻ ഈ ആഡ് കണ്ടിട്ട് അത് വാങ്ങാൻ താല്പര്യമുള്ള ഒരാൾ എന്ത് ചെയ്യും? അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ അദ്ദേഹം താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യും. സോ ഞാൻ വെച്ച ഓഫർ വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ അയാൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഈ ഞാനും ആ വാങ്ങാൻ ബയറും സെല്ലറും തമ്മിലുള്ളൊരു ട്രാൻസാക്ഷനിലേക്ക് എൻട്രി ചെയ്യുക, അഗ്രിമെൻറ്റ് ഫോം ചെയ്യാണ്. ആ അഗ്രിമെൻറ്റ് ബേസ് എന്ന് പറയുന്നത് ഞാൻ മുന്നോട്ട് വെച്ച ഓഫറും ദെൻ ആ ബയ്യറും മുന്നോട്ട് വെച്ച ആക്സെപ്റ്റൻസും. സോ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യും. ആ അഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ അപ്പോൾ അവിടെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടായി? ഒരു ഓഫറും ഉണ്ടായി, ഒരു ആക്സെപ്റ്റൻസും ഉണ്ടായി. സോ ഒരു അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. സോ ഒരു അഗ്രിമെൻറ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടോ? മിനിമം 2 ആൾ വേണം. ആ 2 ആളുകളുടെ ഇടയിൽ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും വഴിയാണ് എന്ത് വരുന്നത്? ഒരു അഗ്രിമെൻറ്റ് വരുന്നത്. ഒരു അഗ്രിമെൻറ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാണ്? ഒരു ഓഫറും വേണം, ഒരു ആക്സെപ്റ്റൻസും വേണം. സോ നമ്മൾ പറഞ്ഞത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞു. ആ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് അഗ്രിമെൻ്റ് ആവുന്നത്? അവിടെ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും വരുമ്പോൾ. സോ ആൻ അഗ്രിമെൻ്റ് ഈസ് ഫോംഡ് വെൻ വൺ പാർട്ടി മേക്സ് ദ പ്രപ്പോസൽ ആൻഡ് ദി അതർ പാർട്ടി ആക്സെപ്റ്റ് ഇറ്റ്സ്. ഓക്കെ. ദെൻ കോൺട്രാക്റ്റിന് അഗ്രിമെൻറ്റ് മാത്രം മതിയോ? പ്ലസ് എന്തുകൂടി വേണം? എൻഫോഴ്സബിലിറ്റി വേണം. സോ എന്താണ് എൻഫോഴ്സബിലിറ്റി? ഓൺലി ആൻ എൻഫോഴ്സബിൾ അഗ്രിമെൻറ്റ് ക്യാൻ ബി കോൾഡ് ആസ് കോൺട്രാക്റ്റ്. അതായത് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തുകൂടി ആവണം? എൻഫോഴ്സബിൾ ആവണം. എൻഫോഴ്സബിൾ ആവണം പറഞ്ഞാൽ സിംപ്ലി നമുക്ക് എന്താ പറയുക? നിയമസാധുത ഉള്ളതാവണം. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു അഗ്രിമെൻ്റ് ആവണം എന്നുള്ളതാണ് എൻഫോഴ്സബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 10 ഓഫ് ദി Contract Act defines all agreements are contract if they are made by the free consent of parties competent to contract for a lawful consideration and a lawful object and not hereby expressly declared to be void. ഇതാണ് എൻഫോഴ്സിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്ഷൻ 10 ഓഫ് കോൺട്രാക്ട് 1872 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷന് തന്നെയാണ്. അതായത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും കവർ ചെയ്യുന്ന ഒരു ഡെഫിനേഷനാണ് ഈ സെക്ഷൻ 10 പറയുന്നത്. ഇത് പഠിക്കൽ വളരെ നിർബന്ധമാണ്. സോ സെക്ഷൻ 10 അനുസരിച്ചിട്ട് എന്താണ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആവുന്നത് എപ്പോഴൊക്കെ ആണെന്നുള്ളതാണ് പറയുന്നത്. ഓൾ അഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്. എല്ലാ അഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് ആണ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. അതായത് അഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞു 2-2ൽ കൂടുതൽ പാർട്ടീസ് ഒരു അഗ്രിമെൻറ്റിൽ ഫോം ചെയ്യും.
ആ പാർട്ടീസ് സ്വയം സമ്മതപ്രകാരമാണ് അഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതല്ലാതെ ആരുടെയെങ്കിലും ഭീഷണി മൂലമോ അല്ലെങ്കിൽ ആരെയും പേടിച്ചിട്ടൊന്നും ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്താൽ അതെന്താവില്ല, എൻഫോഴ്സിബിൾ ആവില്ല. ദെൻ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ദെൻ ആ പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റിന് പുറമെ എന്തുകൂടി വേണം, അത്തരം പാർട്ടീസ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാവണം. ഫോർ എക്സാമ്പിൾ ഒരു മൈനറോ അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻറ്റ് ലുനാറ്റിക്സിനെയൊക്കെ വെച്ചിട്ട് ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്താൽ അത് എന്താവില്ല, എൻഫോഴ്സിബിൾ ആവില്ല. ഇപ്പോൾ ചില കേസിലൊക്കെ മൈനേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ നമുക്ക് അതും മുന്നോട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ പറ്റൂല. സോ അവിടെ പാർട്ടീസ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻറ്റ് മാത്രം പോരാ, ഒപ്പം എന്തുകൂടി വേണം, അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള എല്ലാവിധ കോമ്പിറ്റൻസിയും ഉണ്ടായിരിക്കണം. ദെൻ ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് എ ലോഫുൾ ഒബ്ജക്റ്റ്. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ ഒരു സിനിമ കാണാൻ പോകാൻ ഉദ്ദേശിക്കുക വിചാരിക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഞായറാഴ്ചക്ക് 2 ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒറ്റയ്ക്ക് പോകാനൊരു മടി, കൂട്ടിന് പോകാൻ ആളില്ല. പിന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാം, നമുക്ക് അടുത്ത സൺഡേ നമുക്കൊരു ഫിലിം കാണാൻ പോകാം, ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഈ വായോ പറയണം. ഓക്കെ, ഇവിടെ ഞാൻ വെക്കുന്നത് എന്ത് തന്നെയാണ്, ഒരു ഓഫറാണ്. ദെൻ അയാൾ ഞായറാഴ്ച സിനിമ കാണാൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ അത് അയാൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അവിടെ എന്തുണ്ട്, ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും ഉണ്ട്. പക്ഷേ അവിടെ എന്തില്ല, ലോഫുൾ കൺസിഡറേഷൻ ഇല്ല. ഞാൻ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ അദ്ദേഹം വരുമ്പോൾ അവിടെ ഞങ്ങൾ തമ്മിൽ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ഒരു ട്രാൻസാക്ഷൻ, ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് ഞാൻ ആ പ്രോഡക്റ്റ് എനിക്ക് കിട്ടുമ്പോൾ അതിന് പകരം ഒരു എമൗണ്ട് സെല്ലർക്ക് കൊടുക്കുന്നുണ്ട്. സോ അവിടെ എന്തുണ്ട്, കൺസിഡറേഷൻ ഉണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള കൺസിഡറേഷൻ എവിടെ വരുന്നില്ല, അത്തരത്തിൽ ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുമ്പോഴുള്ള കേസിൽ വരുന്നില്ല. സോ അത് എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ ഇതെന്തുകൂടി വേണം, ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ ഒന്നുകൂടി മനസ്സിലാവണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഇല്ലാതെ ടി.വി സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന ഇഷ്യൂസൊക്കെ നടക്കാമല്ലോ. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ടി.വിസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു അഗ്രിമെൻ്റ് അല്ല. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അവിടെ ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ കൂടി അതെന്തല്ല, ഒരു അഗ്രിമെൻ്റ് അല്ല. കാരണം അത് അഗ്രിമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവണം. പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടായിട്ട് ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് അത് എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആവുള്ളൂ. അത് അഗ്രിമെൻറ്റ് തന്നെയാണ്, ഒരു ഓഫർ ആക്സെപ്റ്റൻസ് വന്നാൽ അഗ്രിമെൻ്റ് ആവും. പക്ഷെ അത് കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൂടി വേണം, ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവണം ആൻഡ് എ ലോഫുൾ ഒബ്ജക്റ്റ്. ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായുള്ള ഒന്നിനും ആവാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ലോഫുൾ ഒബ്ജക്റ്റും കൂടി ഉണ്ടാവും. ആൻഡ് ആർ നോട്ട് ഹിയർ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി ഓയിഡ്. ദെൻ അതിന് പുറമെ പറയാണ്, ഈ ആക്ട് പറഞ്ഞിട്ടുള്ള തരത്തിൽ ഒരു കുറേ വോയിഡ് കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് ചില പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട്സുകൾ വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ കോൺട്രാക്ട് 1872 പറയുന്നുണ്ട്. അതിലല്ലാത്ത ഏതൊരു കോൺട്രാക്ട്സും ആയാൽ അതെന്താണ്, എത്ര അഗ്രിമെൻറ്റ്സും എന്താണ്, കോൺട്രാക്റ്റ് ആണ്. സോ ഈ സെക്ഷൻ 10 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. സെക്ഷൻ 10 അനുസരിച്ചിട്ട് ഓൾ അഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. അതായത് എല്ലാ അഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് ആണ്. പക്ഷേ ആ അഗ്രിമെൻറ്റിൽ എങ്ങനെയുള്ളവരാവണം, അവിടെയുള്ള പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റ് വേണം. ദെൻ അവർ കോമ്പിറ്റൻ്റ് ആവണം, ഒരു ലോഫുൾ കൺസിഡറേഷൻ വേണം, ഒരു ലോഫുൾ ഒബ്ജക്റ്റ് വേണം. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി ഒരു വോയിഡ് അഗ്രിമെൻ്റ് ആവാനും പാടില്ല. ഈ പറഞ്ഞുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള എല്ലാ അഗ്രിമെൻറ്റ്സും നമുക്ക് കോൺട്രാക്ട്സ് എന്ന് പറയാം. ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പായാൽ ആ അഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് ആവുകയില്ല. അപ്പോൾ ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ വേണ്ട എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഈ ഡെഫിനിഷനിൽ കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ബൈ ഹാർട്ട് ചെയ്യൽ നിർബന്ധമാണ്. ഇത് സെക്ഷൻ 10 പറയാം. സോ നമ്മൾ പറഞ്ഞു വന്ന് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ്. ആൻഡ് അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആണ് എന്ത്, കോൺട്രാക്റ്റ്. നിയമസാധുതയുള്ള എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആണ്. അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും വേണം. ദെൻ ആ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, കോമ്പിറ്റൻസി ആൻഡ് ഷുഡ് നോട്ട് ബി എ വോയിഡ് അഗ്രിമെൻറ്റ്. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിന് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. സോ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയാണ് കോൺട്രാക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഈ ഡെഫിനിഷനെ മുൻനിർത്തിക്കൊണ്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ എലമെൻസും അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഒക്കെയാണ് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം.